സംസ്ഥാനത്ത് കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും 5 മരണം. ഇടുക്കിയിൽ 2 പേരും കോട്ടയത്ത് 2 പേരുമാണ് മരിച്ചത്. പൂഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ അമ്മയ്ക്കും മകനുമാണ് ജീവൻ നഷ്ടമായത്. ജോസഫിൻ, അമ്മ റജിന എന്നിവരാണ് മരിച്ചത്. ഇടുക്കി അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ സുമതിയും വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് പ്രഭാകരൻ നായരുമാണ് മരിച്ചത്. മലപ്പുറത്തും കനത്ത മഴയാണ്. കൊണ്ടോട്ടിയിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരൻ മരിച്ചു. നെടിയിരുപ്പ് മേലേപ്പറമ്പ് സ്വദേശി ഹമീദ് നദീറ ദമ്പതികളുടെ മകൻ ആദം ഐമനാണ് മരിച്ചത്. ചേലമറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് ആദ്യം മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇടുക്കിയിൽ നിന്ന് 2 മരണം സ്ഥിരീകരിക്കുന്നു. ഉരുൾപൊട്ടലിന്റെ വാർത്തകളുണ്ട്. ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? ജില്ലാ ഭരണകൂടം പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെ? ജിൽസി, ഇപ്പോഴും മഴ ശക്തമായി തന്നെയും തുടരുകയാണ്. മഴ ചെറിയ ഇടവേള ഉച്ചയ്ക്ക് മുൻപ് എടുത്തെങ്കിലും ഏതാണ്ട് 12 മണിയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കുന്ന കാഴ്ചയാണ് ജില്ലയിലെമ്പാടും കാണുവാൻ കഴിയുന്നത്. വലിയ ആശങ്കയിലാണ് ജില്ലയിൽ ജനങ്ങളുള്ളത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. വിവിധയിടങ്ങളിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാതകളൊക്കെ തന്നെയും ഗതാഗത തടസ്സം അനുഭവപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇടുക്കി ജില്ലയിൽ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അതൊന്ന് കൊടയത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ സുമതി എന്ന വയോധികയുടെ ജീവൻ നഷ്ടമാകുന്നു. എന്നാൽ അവരുടെ വീട്ടിൽ തന്നെയുള്ള അവരുടെ ഭർത്താവും മകനും അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. വാഗമണ്ണിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 72 വയസ്സുകാരനായ ശശിധരൻ നായർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ 2 ജീവനുകളാണ് ഇടുക്കി ജില്ലയിൽ മഴക്കെടുതിയിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതേസമയം ഇടുക്കി തൊടുപുഴ ആലക്കോട് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി 3 വീടുകൾ പൂർണ്ണമായും തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. 3 വീടുകൾ അവിടെ ഇല്ലാതായി പോയിരിക്കുന്നു. ഒരു വീട് ഗുരുതരമായ അപകടാവസ്ഥയിലുമാണ് ഈ ഘട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അവിടെ ആ വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ഉരുൾപൊട്ട്. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ വലിയ ഉരുൾപൊട്ടുകയായിരുന്നു. ആളുകൾ ശബ്ദം കേട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടിയതിനാൽ വലിയ അപകടം ഒഴിവായി. പലരും ഈ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും പിന്നീട് നാട്ടുകാരെത്തി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. 2 പേർക്ക് അതിൽ സാരമായി തന്നെയും പരിക്കേറ്റിട്ടുണ്ട്. ആ പ്രദേശത്ത് ഏതാണ്ട് 15ഓളം കുടുംബങ്ങളെ ഇപ്പോൾ അപകട സ്ഥിതി പരിഗണിച്ചുകൊണ്ട് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ആ പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നുണ്ട്. കിഴക്കാന്തൂക്കായ പാറയ്ക്ക് മുകളിൽ കുറച്ചധികം വീടുകളുള്ള പ്രദേശമാണ്. അവിടെ ഒരുപക്ഷെ അതിശക്തമായ മഴ പെയ്താൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവിടെ വിലയിരുത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ റവന്യൂ അധികൃതരുടെ പോലീസിന്റെ നേതൃത്വത്തിൽ ആ മേഖലയിൽ മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഈ ഘട്ടത്തിൽ തുടർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ദേശീയപാത 183-ൽ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ്. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായി റോഡിലേക്ക് മണ്ണും കല്ലും വീണ് കിടക്കുകയായിരുന്നു. ഗതാഗതം കുറച്ചധികം നേരമായി തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് അവിടെ. അപ്പോൾ താൽക്കാലികമായി ഗതാഗതത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ തീർത്തും അപകടാവസ്ഥയിലാണ് ആ പാത ഇരിക്കുന്നത്. വളരെ ജാഗ്രതയോടെ മാത്രമേ ആ പാത കടന്നു പോകാൻ കഴിയുകയുള്ളൂ, കടന്നു പോകാവുള്ളൂ എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളടക്കമുണ്ട്. റോഡിന് മുകളിലൂടെ ഉരുൾപൊട്ടി വെള്ളം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൻ്റെ മുൻഭാഗവും മോൾഭാഗവും താഴ്ഭാഗവും ഉരുൾപൊട്ടി തകർന്നൊലിച്ചു പോയിട്ടുണ്ട്. റോഡ് മാത്രം ഒരു ദുർബലാവസ്ഥയിൽ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെയാണ് രാത്രി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിശക്തമായ മഴ ഇടുക്കി ജില്ലയിൽ ഇപ്പോഴും തുടരുന്നു. പ്രത്യേകിച്ച് ലോ റേഞ്ച് മേഖലകളിൽ ടൗണിലടക്കം, തൊടുപുഴ ടൗണിലടക്കം വെള്ളം കയറി. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വെള്ളം കയറി ബുദ്ധിമുട്ടിലാകുന്ന സാഹചര്യമുണ്ടായി. വീടുകളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഇടുക്കി മുട്ടത്ത് വീടുകളിലേക്ക് വെള്ളം കയറിയ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള അനൂപ് ജേക്കബ് ഇപ്പോൾ ജില്ലയിൽ സന്ദർശനത്തിന് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അദ്ദേഹം രാവിലെ ഉരുൾപൊട്ടലുണ്ടായ കുടയത്തൂരിൽ സംഭവ സ്ഥലത്തേക്ക് എത്തും. അവിടെ എത്തി അവിടുത്തെ മറ്റാളുകളെയും മറ്റും സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് ആലക്കോട് ഉരുൾപൊട്ടലിൽ അവിടുത്തെ ദുരന്തബാധിതരായ ആളുകൾ ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിൽ പോകും. കൂടാതെ അവരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന, മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും അദ്ദേഹം സന്ദർശനത്തിരുന്നു. പിന്നീട് തൊടുപുഴയിൽ ചേരുന്ന പ്രത്യേക യോഗത്തിൽ, ഉന്നതതല യോഗത്തിൽ ജില്ലയിലെ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്തുകയും അതിനെക്കുറിച്ച് വേണ്ടത്ര നടപടികൾ ഏതൊക്കെ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. ഉന്നതതല യോഗം ഇടുക്കി തൊടുപുഴയിലാണ്.